ഹായ് ഓൾഡ് സ്കൂൾ പോഡ്കാസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇടക്കാലത്ത് വീണ്ടും ചൂട് പിടിച്ച ഏറെ ചർച്ചാ വിഷയമായ കുറെ പേര് റിക്വസ്റ്റ് ചെയ്തു. നമ്മൾ 1-2 പോഡ്കാസ്റ്റ് ഇട്ടപ്പോഴത്തേക്കും തന്നെ അതിൽ ഏറ്റവും കൂടുതൽ വന്ന കമന്റ് ഇതിനെ കുറിച്ച് സംസാരിക്കാനാണ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, എപ്സ്റ്റീൻ ഫയൽസ്. കുറെ ആൾക്കാർ ചോദിച്ചു, നിങ്ങൾ എന്താ സംസാരിക്കാത്തത്, നിങ്ങളുണ്ടോ അതിൽ? ലോകത്തിലെ തന്നെ ചർച്ചാ വിഷയമായ ഒരു സാധനമാണ്. അതെ, അത് കുറെ വർഷമായിട്ട് അതിങ്ങനെ ആക്റ്റീവ് ആവും, വീണ്ടും കുറച്ചാൾ സപ്രസ് ആവും. ഇപ്പം ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ഇതിന് തൊട്ട് മുന്നേ ലാസ്റ്റ് ചൂട് പിടിച്ചത് ട്രംപ് ഇലക്ഷന് മത്സരിച്ചപ്പോഴായിരുന്നു. അപ്പൊ പുള്ളിയുടെ മെയിൻ ഒരു ആയുധമായിരുന്നു എപ്സ്റ്റീൻ ഫയൽസിലെ രേഖകൾ പുറത്ത് വിടുമെന്ന് പറഞ്ഞിട്ടായിരുന്നു പുള്ളി വന്നത്. പക്ഷെ അതിനുശേഷം പുള്ളി പുള്ളി ക്ലിന്റനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. അല്ല, ക്ലിന്റനെ ഉദ്ദേശിച്ച് തന്നെയാണ് പറഞ്ഞത്. പുള്ളി അത് ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട്. ക്ലിന്റനും പുള്ളിയുടെ പാർട്ടിയിലുള്ള കുറെ ആൾക്കാരും ഇതിൽ ഉണ്ട് എന്നുള്ള ഇതിലാണ് പുള്ളി പറഞ്ഞത്. പക്ഷെ അതിന് ശേഷം ചോദിച്ചപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു അതൊരു ബോറിംഗ് ടോപ്പിക് ആണ്, നമുക്ക് വേറെ അതിനേക്കാളും വലിയ കാര്യങ്ങൾ യു എസിൽ ചർച്ച ചെയ്യാനുണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. ഒരുപാടുണ്ട്, നമുക്ക് തന്നെ അത് ഡെയിലി പുതിയ അപ്ഡേറ്റുകൾ വന്നോണ്ടിരിക്കും. 2 മില്യൺ ഫയൽസ് ആണ് എപ്സ്റ്റീൻ ഫയൽസ് അവര് US ഡിപ്പാർട്ട്മെന്റ് അയച്ചു പബ്ലിഷ് ചെയ്തു. അതെ, അതിന് ഇനിയും ഉണ്ടെന്നാണ് പറയുന്നത്. 30 ലക്ഷം പേജസ് ഉണ്ട് ആ ഒരു ഡോക്യുമെന്റിൽ. പിന്നെ 2 ലക്ഷം ഫോട്ടോസ്, 1.5 ലക്ഷം തൊട്ട് 2 ലക്ഷം വരെയുള്ള ഫോട്ടോസ് ഉണ്ട്, അതേപോലെ വീഡിയോസ് ഉണ്ട്. അങ്ങനെ ഒരുപാടുണ്ട് പുള്ളിയെ പറ്റി പറയുകയാണെങ്കിൽ. പുള്ളി 2019 മരിച്ചുപോയി. എന്നിട്ടും ആ ഒരു 7 വർഷം കഴിഞ്ഞിട്ടും ആ ഒരു ഫയൽസ് ഇമ്പാക്ട് അത് തന്നെ പറ്റിയാണ് ചർച്ച. അത് കാരണം മറ്റേ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് നമ്മൾ ആരാധിക്കുന്നതും നമ്മൾ അല്ലേ അൾട്രാ റിച്ചുകൾക്കിടയിലുള്ള പാർട്ടീസ്, അവരുടെ അതൊക്കെയാണ് കൂടുതൽ ഡിസ്കസ് അതിൽ നടക്കുന്നത്. നമ്മൾ ഈ ലെജൻസ് ആയിട്ട് കാണുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, വേൾഡ് ലീഡേഴ്സ് അല്ലെങ്കിൽ ബിസിനസ് ടൈക്കൂൺസ് അല്ലെങ്കിൽ അക്കാഡമിക് ലെവലിൽ ഭയങ്കര ബ്രില്യൻ്റ് ഉള്ള ആൾക്കാർ. അപ്പൊ അങ്ങനെയുള്ള കുറെ ആൾക്കാർ ഇതില് നമ്മൾ ഇങ്ങനെ വിചാരിക്കില്ലേ പലരും. പിന്നെ കുറെ നമ്മൾ പണ്ടൊക്കെ ഈ കോൺസ്പിറസി തിയറികൾ കുറെ ഉണ്ടല്ലോ, അൾട്രാ റിച്ചിന്റെ ഇടയിൽ ഇങ്ങനത്തെ പാർട്ടീസ് ഉണ്ട്, ഇങ്ങനെയൊക്കെ അബ്യൂസ് ചെയ്യാറുണ്ട്. പിന്നെ കുറെ സിനിമകളിലും ഈ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ ഭയങ്കര അവരിങ്ങനെ കാണിക്കാറുണ്ട്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് ഇത് കോൺസ്പിറസി ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും. പക്ഷെ ഇതിലൊക്കെ സംവാട്ട് റിയാലിറ്റി ഉണ്ട് എന്ന് അറിയുമ്പോൾ ഷോക്കിംഗ് ആണ്. പക്ഷെ അങ്ങനെ ഇവരുടെ പേര് മെൻഷൻഡ് ആണെന്ന് പറഞ്ഞ് അവർ ഇൻവോൾവ് എന്ന് പറയാൻ പറ്റൂല നമുക്ക്. അതൊരു പ്രശ്നമാണ് എല്ലാരെയും. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതില് ചിലപ്പോൾ ആർക്കെങ്കിലും അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ എപ്സ്റ്റീൻ ഫയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്സ്റ്റീൻ എന്നുള്ളൊരു പുള്ളി US ജീവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്ക് ഒരു സർക്കിൾ ഉണ്ടായിരുന്നു, ബില്യണേഴ്സ് അല്ലെങ്കിൽ വേൾഡ് ലീഡേഴ്സ്, അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത ഒരു സുഹൃത്തായിരുന്നു. അവരുടെ ഒക്കെ മിക്കപ്പോഴും സ്പോട്ട് ചെയ്യുന്ന ഒരു പുള്ളിയായിരുന്നു. ഒരു രീതിയിൽ തന്നെ ബില്യണറാണ് പുള്ളി. എല്ലാരും പറഞ്ഞു വെച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഈ ഫണ്ടിങ്ങും ഫിനാൻഷ്യൽ സംഭവങ്ങളൊക്കെ അഡ്വൈസ് കൊടുക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ പുള്ളി ക്ലയൻസ് ആയിട്ട് ബില്യണേഴ്സിനെ മാത്രമേ എടുക്കുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത്. പുള്ളിയുടെ കമ്പനീസിൽ ബില്യണേഴ്സ് ആയിട്ടുള്ളവർ മാത്രമേ സെർവ് ചെയ്യുന്നുള്ള. പക്ഷെ പുള്ളി അങ്ങനെ ഒരു സാധനം ചെയ്തതായിട്ട്, ഹെഡ്ജ് ഫണ്ട് എന്തെങ്കിലും മാനേജ് ചെയ്തതായിട്ടൊന്നും ഒരു ഇതും ഇല്ല. പക്ഷെ പുള്ളിയുടെ വെൽത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും എനോർമസ് ആണ്. അതായത് എനിക്ക് തോന്നുന്നു US തന്നെ ഒരു ഭയങ്കര വലിയൊരു മാൻഷൻ ഉണ്ട്. അത് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മാൻഷൻ. പിന്നെ കരീബിയനില് ഒരു ഐലൻഡ് ഉണ്ട്, ഫ്രാൻസിലുണ്ട്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ. പിന്നെ ഒരു ദ്വീപുണ്ട്. ആ ദ്വീപാണ് ഇതില് മെയിൻ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു സ്ഥലം, എപ്സ്റ്റീൻ ഐലൻഡ്സ് അല്ലേ. അത് പുള്ളി ആക്ച്വലി പുള്ളിയുടെ കോണ്ടാക്ട്സ് ആണ് അത് പറയാനുള്ള സാധനം. ഈ ഇത്രയും ഈ ഒരു നമ്മൾക്ക് ഇതിനു മുന്നേ എപ്സ്റ്റീൻ എന്നുള്ളൊരു പേരങ്ങനെ കേട്ടിട്ടില്ല. പക്ഷെ ആ ഒരു സർക്കിൾ പുള്ളി ഉണ്ടാക്കിയ സർക്കിൾ എന്ന് പറയുന്നത് അതൊരു അതിഭീകരമായിട്ടുള്ള, അത് സാധാ പൊളിറ്റീഷ്യൻസും അങ്ങനത്തെ മാത്രമല്ല, ഇന്റലക്ച്വൽസും, അക്കാഡമീഷ്യൻസ്, ഇന്റലക്ച്വൽസ്, അങ്ങനത്തെ ആൾക്കാരും. അങ്ങനത്തെ പേരുകളൊന്നും നമ്മളിങ്ങനെ വിചാരിക്കൂല. ഇങ്ങനെ നോം ചോംസ്കി എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഭയങ്കര ഒരു ലിബറൽ ഇന്റലക്ച്വൽ അങ്ങേ രീതിയിൽ വരുമെന്ന് ഞാൻ ഈ ജന്മത്തിൽ വിചാരിച്ചിട്ടില്ല. പുള്ളി അങ്ങനത്തെ രീതിയിലാണ് ഈ കുറച്ചുകൂടെ ക്യാപിറ്റലിസത്തിനെതിരായിട്ടും അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഞാൻ ഡികാപ്രിയോ വരുമെന്ന് വിചാരിച്ചില്ല. ഡികാപ്രിയോ വരാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഡികാപ്രിയോ ഒരു റോമിയോ ഒരു ഇതുണ്ട്, ഇമേജ് ഉണ്ട്. റോമിയോ പുള്ളി മറ്റേ 25 വയസ്സിന് മേലുള്ള ആൾക്കാരെ ഡേറ്റ് ചെയ്യാറില്ല എന്നൊരു സംഭവം. എന്നാലും ഒരു മൈനറിനെ അത് അങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സിനിമ സെലിബ്രിറ്റീസ്, TV സെലിബ്രിറ്റീസ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഇങ്ങനത്തെ പാർട്ടീസിൽ എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാർ ഭയങ്കര ഇന്റലക്ച്വൽസ് അല്ലെ നമ്മൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്യാറില്ല.
സ്റ്റീഫൻ സ്റ്റീഫൻ ഹോക്കിങ്സിനെ തന്നെ അതാണ് മെയിൻ അങ്ങനെ expect പുള്ളിയുടെ ചെയ്യില്ല. പേരാണ്. പുള്ളി അങ്ങനെ പോവാനുള്ള സാധ്യതയും ഞാൻ കാണുന്നില്ലായിരുന്നു. പക്ഷെ എങ്ങനെ എത്തി? അല്ല, ആൻഡ്രൂ രാജകുമാരൻ, അങ്ങനെ പറഞ്ഞവരാണെങ്കിൽ കുറെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. നമുക്ക് സുപരിചിതരായ കുറെ പേരുകൾ ഇതില് റെഫറൻസിലുണ്ട്. പക്ഷെ ഇതില് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഇങ്ങനെ ഒരു പുകമുറയാണ്, അതായത് ഈ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ എന്നുള്ളൊരു ഇതിലാണ് ലെവലിലാണ് നിന്നെങ്കിലും ഈ അക്യൂസേഷൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോസ്റ്റിറ്റ്യൂഷൻ, ഒരു എലീറ്റ് ക്ലാസ്സിനുള്ള പ്രോസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ ഈ മൈനേഴ്സിനെ യൂസ് ചെയ്തിട്ടുള്ള, അതാണ് ഏറ്റവും പ്രശ്നമായത്. മൈനേഴ്സിനെ യൂസ് ചെയ്ത് ഈ പല ലീഡേഴ്സിനും എവർക്കും ഒക്കെ മൈനേഴ്സിനെ സപ്ലൈ ചെയ്യുന്ന ഒരു സെക്ഷൽ പെർവേർഷൻ നടത്താനുള്ള ഒരു സ്ഥലം പോലെയാണ്, ഒരു സേഫ് സോൺ പോലെ. എപ്സ്റ്റീൻ ഐലൻഡിന് അവിടെ അങ്ങനെയാണ് അത് കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അവിടെ വന്ന ആ പാർട്ടിയിൽ പങ്കെടുത്ത ഓരോരുത്തരുടെയും അവർക്കും ഇങ്ങനെയൊക്കെ ഇൻവോൾവ് ആണ് എന്നറിയുമ്പോൾ ഉള്ള ഒരു പാർട്ടിയിൽ, സാധാരണ പാർട്ടി അതിൽ സെക്സ് അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മള് അതൊന്നും ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഇഷ്യൂ അത് സംഭവം അണ്ടർ 10 വരെ ഉണ്ടെന്നൊക്കെ അതും വിവിധ രാജ്യങ്ങളിൽ, പല രാജ്യങ്ങളിലുള്ളവരാണ്. അപ്പൊ എനിക്ക് ഹ്യൂമൻ ട്രാഫിക്കിംഗ് പോലെ അബ്ഡക്ഷൻ ആയിരിക്കും, അല്ലാണ്ട്. പിന്നെ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ ഇതിൽ ഉണ്ട്, അവർക്ക് പവർഫുൾ ആയിട്ടുള്ള എല്ലാ കോണ്ടാക്ട്സും ഉണ്ട്. ഇവർ പിടിക്കപ്പെടൂല എന്നുള്ള ഒരു എന്ന് വെച്ചാൽ ഫുൾ ഫ്രീഡം എന്ന് വെച്ചാൽ ലോകത്തെ നിയന്ത്രിക്കുന്ന ആൾക്കാർ തന്നെ ഇതിലുണ്ട്. പിന്നെ ഇതില് അവർക്ക് വേറൊന്നും ചിന്തിക്കാനില്ല, ഇവരാണ് നിയന്ത്രിക്കുന്നത്. അപ്പോഴാ ഒരു സാധനം ഇതില് കാനബോളിസം ക്ലെയിംസ് ഒക്കെ ഉണ്ടോ? ഉണ്ട്. അങ്ങനെ വരെ ഉണ്ട്. അതൊക്കെ കേൾക്കുമ്പോ ഇത് ബാക്കിയുള്ളതല്ലേ കാനബോളിസം ക്ലെയിംസ് ആണോന്ന് അറിയില്ല. ഞാനിതിന്റെ കുറച്ച് ഭാഗം നെറ്റ്ഫ്ലിക്സിലൊരു ഡോക്യുമെന്ററി ഉണ്ട്, അപ്പോൾ അതിൽ ഞാൻ കണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് ഒരു വിക്ടിം ആയിട്ട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ന്യൂയോർക്കിലെ ആർട്സ് കോളേജിൽ പഠിച്ചൊരു പുള്ളിക്കാരി. അപ്പം പുള്ളിക്കാരിയുടെ ഒരു പെയിന്റ് ഷോയ്ക്ക് ഇവർ വരും, അത് വാങ്ങും, എന്നിട്ട് പുള്ളിക്കാരിക്ക് ജോലിയൊക്കെ കൊടുക്കും. എന്നിട്ട് പുള്ളിക്കാരുടെ അനിയത്തി ഭയങ്കര ബ്രില്യൻ്റ് ആണ് പഠിക്കാൻ, അപ്പോൾ അവർക്ക് കുറച്ച് ഹെൽപ്പ് വേണമെന്ന് പുള്ളിക്കാരി ഞാൻ സംസാരിക്കുമ്പോൾ അത് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരെയും ഇങ്ങനെ യൂസ് ചെയ്ത പോലെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രൈ ചെയ്യും അങ്ങനെ. അപ്പം അവർ ഫസ്റ്റ് ഒരു ലീഗൽ ആക്ഷൻ ചെയ്യാൻ നോക്കും, ഫോൺ വിളിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യും ഇങ്ങനൊരു സാധനം. പക്ഷെ അത് പിന്നെ റെസ്പോൺസ് ഒന്നും വരൂല. ദാറ്റ് മീൻസ് അത്രയും പവർഫുൾ ആണ്. അതുപോലെ തന്നെ ഇടയ്ക്ക് വെച്ചിട്ട് പുള്ളിയുടെ ഒരു മാൻഷനിലോട്ട് ഒരുപാട് ലേഡീസ് പോകണം എന്നുള്ളൊരു സാധനം അവിടുത്തെ റെസിഡൻസ് വിളിച്ച് പോലീസിനെ കംപ്ലൈൻറ്റ് ചെയ്യും. പോലീസിനെ കംപ്ലൈൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും പോലീസ് ഫസ്റ്റ് ഒന്ന് നോക്കുമ്പോഴത്തേക്കും അവരെല്ലാം അഡൽസ് ആണ്, ഈ വന്ന ലേഡീസ് എല്ലാം അഡൽസ് ആണ്. അപ്പൊ അവർക്ക് പോലീസിന് അതൊരു ഇൻട്രസ്റ്റ് ഇല്ല, അതായത് അവര് അഡൽട്ട് ആയിട്ടുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവർക്ക് പോലീസിനൊന്നും ചെയ്യാൻ പറ്റില്ല, മൈനേഴ്സ് ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് പോണത്. പിന്നെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഹുക്ക് വരണത് ഒരു കൊച്ച് സ്കൂളിൽ എന്തോ അടി എന്തോ ഉണ്ടാവും. അപ്പം അതിനിടയ്ക്ക് ഒരു $300 എന്തോ ആ കൊച്ചിൻ്റെ നിന്ന് കിട്ടും. അപ്പം അത് എവിടെ നിന്ന് വന്നുള്ള സംസാരിക്കുമ്പോഴത്തേക്കും പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഫ്രണ്ട് ഒരു വീട്ടില് ഹെൽപ്പിന് പോവും, ജോലിക്ക് പോവും. അപ്പം അവിടുന്ന് കിട്ടിയതാണെന്ന് പറയും. അങ്ങനെ സംസാരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്, ആ കുട്ടിയോട് മനസ്സിലാവുന്നത് അവിടെ എസ്റ്റിന്റെ സ്ഥലത്താണ് പോണത്. അവിടെ സ്കൂളിലെ പിള്ളേരെയൊക്കെ ഇവർ ലൂർ ചെയ്യും, അതായത് പൈസ കൊടുത്തിട്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പർട്ടിക്കുലർ ആയിട്ട് നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പാവപ്പെട്ട ഫാമിലിയുള്ളത്, അല്ലെങ്കിൽ അച്ഛനും അമ്മയൊന്നും ഇല്ലാതെ ഓർഫൻസ് ആയിട്ടുള്ള ആൾക്കാരെ, സോ ദാറ്റ് ഇത്തിരി വീക്ക് ലിങ്ക് ആയിട്ടുള്ള, അങ്ങനെ പുറത്ത് പറയാൻ പറ്റാത്ത ആൾക്കാരെയാണ് ട്രാഫിക് ചെയ്യുന്നത്. അപ്പം സംസാരിച്ച് വന്നപ്പോഴത്തേക്കും ഈ രണ്ട് കുട്ടികളുടെ കുറിച്ച് സംസാരിക്കുമ്പോഴത്തേക്കും അവര് അടുത്ത കുട്ടികളെ കുറിച്ച് അങ്ങനെ ഒരു ചെയിൻ ആയിട്ട് 1-2 ഇൻസിഡൻസ് അല്ല, ഇത് മൾട്ടിപ്പിൾ ഇൻസിഡൻസ് ആണ് ഇങ്ങനെ കുറെ. എന്നിട്ട് ഇവര് ഈ കുട്ടികളെ യൂസ് ചെയ്യുന്ന ഒരു സാധനം വരും. അങ്ങനെയാണ് പുള്ളി ആദ്യമായിട്ട് ഒരു ചെറിയ ഇതില് ഇതിലാവുമ്പോ പോലും പുള്ളിക്കൊരു ഭയങ്കര ആ കേസ് പുള്ളി ഫസ്റ്റ് 2 പ്രാവശ്യം ഇങ്ങനെ മൈനർ കേസിൽ അറസ്റ്റിലാവും. രണ്ടാമത്തെ ടൈമാണ് കുറച്ചും കൂടി കടുക്കുന്നത്. പക്ഷെ ഈ ഫസ്റ്റ് ഇതില് ഈ പുള്ളിക്ക് എഗെയിൻസ്റ്റ് വാദിക്കുന്നത് ഗവൺമെന്റിലെ അഡ്വക്കേറ്റ് ആണ്. അപ്പം അവരുമായിട്ടൊരു എഗ്രിമെന്റിൽ എത്തിയിട്ട് പുള്ളി ഫസ്റ്റ് കുറ്റം, അതായത് പ്രോസ്റ്റിറ്റ്യൂഷൻ സമ്മതിക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ളവർക്ക് മാപ്പ് സാക്ഷിയോട് സെറ്റപ്പ് ഇല്ലേ, അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ഫസ്റ്റ് കേസ് പോകുന്നത്. അതെ, ഒരു ഡീല് പോലെയാണ് പോണത്. അത് 1.5 വർഷത്തെ തടവ് ശിക്ഷയും വിധിച്ചിട്ട് അതിനിടയ്ക്ക് തന്നെ പുള്ളിക്ക് വീക്ക്ലി 6 days വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 12 മണിക്കൂർ
അങ്ങനെ ജോലിക്ക് പോകാനുള്ള ഇതും കൊടുക്കും. പിന്നെ പുള്ളിക്കുള്ള ജയിലെന്ന് വെച്ചാൽ കൗണ്ടി ജയിലോ അങ്ങനെ എന്തോ ആണ്. ദാറ്റ് മീൻസ് ഒരു തുറന്ന ജയിലാണ്. അപ്പൊ പുള്ളി ബേസിക്കലി രാവിലെ ജോലിക്ക് പോകും, അവിടെ തിരിച്ച് പോയി രാത്രി വന്ന് ഉറങ്ങും. പിന്നെ ലക്ഷറി ട്രീറ്റ്മെന്റ് VIP. അപ്പം അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആയിരുന്നു. ദാറ്റ് മീൻസ് അത്രയും പവർഫുൾ ആയിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു കേസൊക്കെ, അത് മൈനറിനുള്ള ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും പ്രശ്നമാണ്. എല്ലാ രാജ്യങ്ങളിലും അത്യാവശ്യം ഭയങ്കര കേസാണത്. എന്നിട്ടും അതിൽ നിന്ന് ഇങ്ങനെ പ്രത്യേകിച്ച് അമേരിക്കയിൽ അമേരിക്കയിൽ ഭയങ്കര കേസാണ് മൈനർ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കേസാണ്. ഈ വെസ്റ്റേൺ രാജ്യങ്ങളിൽ മൈനർ റൈറ്റ്സ് ഭയങ്കര കൂടുതലാണ്. ഈവൻ മറ്റേ ഈ ഹണ്ടിങ് ഒക്കെ ചെയ്യും ആൾക്കാർ. ഈ ചൈൽഡ് മൊളസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ ഉണ്ട്. ഈ ഹണ്ട് അത് പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാർ, ഗവൺമെന്റ് ഒന്നും അല്ലല്ല, അവര് വിളിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യും. അതായത് അവരിങ്ങനെ മിക്കപ്പോഴും ഇന്ത്യക്കാരൊക്കെയാണ് അതിൽ പിടിക്കപ്പെടുന്നത്. അവരിങ്ങനെ ഇരുന്നിട്ട് എനിക്ക് 15 വയസ്സാണ്, ഇവിടെ വരാൻ പറ്റുന്നൊക്കെ ചോദിക്കുമ്പോൾ ആൾക്കാർ വരും. എന്നിട്ട് അവിടെ വരുമ്പോഴത്തേക്ക് അവർ പിടിച്ച് പോലീസിനെ കൊടുത്തിട്ട് ഡീപ്പോർട്ട് ചെയ്യും. അങ്ങനെയൊക്കെയുള്ള 15 വയസ്സാണെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത് മാത്രമല്ല, അവര് മറ്റേ ന്യൂഡൊക്കെ അയച്ചു കൊടുക്കും. മറ്റേ ആണുങ്ങള് ഇങ്ങോട്ട് ന്യൂഡൊക്കെ അയച്ചു കൊടുക്കും. തെളിവുകളെല്ലാം അതും കൂടെ എന്നിട്ട് വിളിച്ചിട്ട് പോലീസിനെ റിപ്പോർട്ട് ചെയ്തിട്ട് പിടിച്ചോണ്ട് പോകും. അപ്പം ദാറ്റ് മീൻസ് ഈവൻ പോലീസിനല്ലാതെ കോമൺ ആൾക്കാരും ഒക്കെ പോലും റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതുണ്ട്. ഭയങ്കര ഒരു ഇഷ്യൂ ഉള്ള സ്ഥലമാണ് അത്. എന്നിട്ടും പുള്ളി രക്ഷപ്പെടും. കാര്യം അത്രയും പവർഫുൾ ആണ്, അത്രയും പവർഫുൾ ആയിരുന്നു. ആ കേസിൽ നിന്നൊക്കെ ഊരി പോവും. എന്നുവെച്ചാൽ പുള്ളിക്കാരൻ എന്ന് വെച്ചാൽ അത്രയും പവർഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിസ്റ്റേഴ്സും അങ്ങനെയല്ല അല്ലേടാ. വെച്ചാൽ നമ്മുടെ ഇതിലെ പോലെ തനിയൊരുവൻ പോലെ അരവിന്ദ് സ്വാമി സിനിമയിൽ അതിൽ കണ്ടിട്ടില്ലേ, പുള്ളി ഇതേ ഇതാണ്. എന്ന് വെച്ചാൽ പുള്ളിയുടെ ഈ മാൻഷനിൽ തന്നെ എനിക്ക് തോന്നുന്നു ക്യാമറാസും അവിടെ നടക്കുന്ന ഈവന്റ് എല്ലാം മോണിറ്ററിംഗ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് റെക്കോർഡിങ്സ് കാണും, വലിയ എല്ലാം ഇത് കാണും. അപ്പോൾ ബ്ലാക്ക് മെയിലിങ്ങോ അങ്ങനെ എന്തോ ആവാമല്ലോ. ആക്ച്വലി ഇത് US മാത്രമാണ്. പുള്ളി എത്രയോ രാജ്യങ്ങൾ, ഐ മീൻ പുള്ളിയുടെ കോണ്ടാക്ട്സ് വെച്ചിട്ട് എല്ലാ മിക്ക രാജ്യങ്ങളിലെയും അവിടുത്തെ മെയിൻ ആൾക്കാരുമായിട്ടാണ് ബന്ധം. അപ്പം എത്രയോ രാജ്യങ്ങളിൽ പുള്ളി പോയിട്ടുണ്ട്. അതിൽ ഈ ഡോക്യുമെന്ററിയിലില്ലേ, ഈ ഡോക്യുമെന്ററിയിൽ ഇവർ ചോദിക്കും പാരീസിൽ ചെയ്തിട്ടുണ്ടോ, ഇവിടെ ചോദിച്ചിട്ടുണ്ടോ, ഇങ്ങനെ വരിയായിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. നമുക്ക് സെയിം ആൻസർ പുള്ളി പറയണത് ഐ വുഡ് ലൈക്ക് ടു യൂസ് 15th Amendment ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. എന്നുവെച്ചാൽ റൈറ്റ് ടു ബി റിമെയിൻ സൈലന്റ് ആണെന്ന് തോന്നണം, അതാണ് യൂസ് ചെയ്യണമെന്ന് തോന്നണം. അതിൽ ഒരെണ്ണം മാത്രമേ പുള്ളി സമ്മതിക്കുള്ളൂ. മറ്റേ 2 കേസുകളുള്ള സാധനം മാത്രമേ സമ്മതിക്കും. ബാക്കിയുള്ളതെല്ലാം പുള്ളി സെയിം ആൻസർ ഇങ്ങനെ വരിയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ പുള്ളിയെ ഒരു റൈഡില് ഫേക്ക് പാസ്പോർട്ട് ഒക്കെ പിടിച്ചെടുത്തു. ഫേക്ക് പാസ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് അങ്ങേര് ഫ്രീക്വന്റ് ആയിട്ട് ട്രാവൽ ചെയ്തിട്ടുണ്ട് യൂറോപ്പിൽ, അക്രോസ് യൂറോപ്പ് ഒക്കെ. സ്വീഡനിലെ എന്തോ പുള്ളി ഐഡന്റിറ്റി മാറ്റി വെച്ചിട്ട് ട്രാവൽ ചെയ്തു. വേറെ ചിലപ്പം ഇതേപോലത്തെ പർപ്പസസിനൊക്കെ ആയിട്ട് പോണതായിരിക്കും. അല്ല പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് മൊത്തത്തിൽ ഒരു ഹൈഡ് ചെയ്താണ്, മിസ്റ്ററി മിസ്റ്ററിയാണ് പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും. എങ്ങനെയാണ് പുള്ളിയുടെ ഒരു ഈ പൈസ വളർച്ച. അല്ല എനിക്ക് അതിൽ കണ്ടപ്പോൾ തോന്നിച്ചു കഴിഞ്ഞാൽ നമ്മള് വിക്ടോറിയ സീക്രട്ടിന്റെ ഫോമർ CEO അങ്ങനെ ഭയങ്കര ബില്യണറാണ്. അപ്പൊ അങ്ങേരുടെ സ്വത്തും അതിന്റെയൊക്കെ പവർ ഓഫ് അറ്റോണി ഇങ്ങേരുടെ എപ്സ്റ്റീന്റെ പേരിലാണ് മാറ്റിയിരുന്നത്. അത് ഭയങ്കര ദാനമായിട്ടുള്ള രീതിയിലാണ് കൊടുത്തിരുന്നത്. അപ്പം പിന്നെ ഇങ്ങനെ ഇമെയിൽസിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ആക്ച്വലി ഇയാൾ ഭയങ്കര കുറെ അഡ്വൈസ് ഒക്കെ കൊടുക്കും. പിന്നെ ഇവര് അഡ്വൈസ് സീക്ക് ചെയ്യാറുണ്ട് ഇയാളുടെ കൈൻഡ് ഓഫ് ഫൈനാൻഷ്യൽ അഡ്വൈസ് മാത്രമല്ല, ഇപ്പൊ ഈ പേഴ്സണൽ ലൈഫിലുള്ള കുറെ കാര്യങ്ങൾക്ക് അഡ്വൈസ് സ്വീകരിക്കാറുള്ളൂ. അത്രയും ഇൻഫ്ലുവൻഷ്യലാണ്. ഇൻഫ്ലുവൻസും പുള്ളിയുടെ നെറ്റ്വർക്ക് ആണ് എനിക്ക് തോന്നുന്നു. അതേ അങ്ങനത്തെ എന്തോ അഡ്വൈസിലാണ് മോഡിജിയുടെ പേരും വന്നത്. പക്ഷെ അത് ഞാൻ കണ്ട് പുള്ളി എന്തോ ഇസ്രായേലിൽ പോയിട്ട് ഞാൻ എന്തോ അഡ്വൈസ് പോലെ ചെയ്തപ്പോൾ ട്രംപ് ഹാപ്പി ആയി. പുള്ളിയുടെ അഡ്വൈസ് പ്രകാരം അവിടെ പോയി എന്തോ പുള്ളിക്കാരി എന്തോ ചെയ്തു. അപ്പം ട്രംപിന് സന്തോഷമായി എന്നുള്ളൊരു ഇമെയിൽ, ഒരു മെസ്സേജ് അത് റിജക്ട് ചെയ്തല്ലോ. അപ്പം അത് വിദേശകാര്യ മന്ത്രാലയം തന്നെ പറഞ്ഞ് ഒരു കൺവിക്റ്റഡ് ക്രിമിനൽ പറയുന്ന സാധനമാണ്, അത് കാര്യമായിട്ട് എടുക്കേണ്ടതെന്നുള്ള. പിന്നെ ഈ എപ്സ്റ്റീൻ ഫയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം നടന്നപ്പോഴും അതിലുള്ള മൊഴികളും ബാക്കി അവർ ശേഖരിച്ചായിട്ടുള്ള സാധനങ്ങളെല്ലാം ഇത് എപ്സ്റ്റീൻ ഫയൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതിലൊരാളെ പേര് വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ 100% ഇതല്ല ഒരിക്കലും അക്യൂസ്ഡോ അങ്ങനെയൊന്നും അല്ല. ചിലപ്പം ഇതുപോലെ മെയിലിലോ എന്തിലെങ്കിലും ഒരാളുടെ പേര് വന്നതും ആവാം, റെഫറൻസ് ഒന്നും ആവാം. പക്ഷെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ട്രംപിന്റെ ആണ്. ട്രംപിന്റെ 1600 സ്ഥലത്ത് എന്തോ അതിലൊരു അപാകതയുണ്ട്. ട്രംപ് മുമ്പ് ഇയാളുടെ ഫ്രണ്ട് ആയിരുന്നു. പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഹീസ് എ ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ, ഓൾവേസ് എന്തോന്ന് അറൗണ്ട് വിത്ത് ബ്യൂട്ടിഫുൾ ലേഡീസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം അങ്ങേര് പണ്ട് പറഞ്ഞിട്ടുണ്ട് ട്രംപ്. അല്ല പുള്ളി അങ്ങനെ സുന്ദരികളായ പെൺകുട്ടികൾ എപ്പോഴും കാണും പുള്ളി പോണ സ്ഥലത്ത്. അങ്ങനെ ഒരു സാധനം തോന്നുന്നു പുള്ളിയുടെ അട്രാക്ഷൻ. അതിനുശേഷം പിന്നെ തള്ളി പറഞ്ഞിട്ടുണ്ട്.
അത് പക്ഷെ ട്രംപിന് ഏതാണ്ട് ഇങ്ങനത്തെ ഒരു നേച്ചർ അവിടെ ഉള്ളവരെല്ലാവരും അക്സെപ്റ്റ് ചെയ്ത മട്ടാണ്. മീൻ ഫസ്റ്റ് ഇത് സെക്കൻഡ് ടൈമിലെ പ്രസിഡന്റ് ആവണം. ഫസ്റ്റ് ടൈമിൽ പ്രസിഡന്റ് ആയപ്പോൾ മറ്റേ ഒരു പോൺ സ്റ്റാർ അതൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, ഇഷ്യൂ ഉണ്ടായിരുന്നു. അല്ല ഈവൻ മോളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടല്ലോ, ഭയങ്കര ഒരു ഡീഗ്രേഡ് സാധനം പറഞ്ഞിട്ടുണ്ട്. എന്തോ മോളല്ലായിരുന്നെങ്കിൽ പുള്ളിക്കാരിയെ കല്യാണം കഴിക്കായിരുന്നു വൈഫ്. അത് അങ്ങനെ ഒരു പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പറയുമ്പോൾ അതൊരു അക്സെപ്റ്റ് ചെയ്യാൻ ഒരു അച്ഛൻ അങ്ങനെ പറയില്ലല്ലോ. അല്ല മൊത്തത്തിൽ അവിടെ ഒരു ട്രംപിന് ഒരു പീഡം എന്ന് പറയുന്ന ഒരു അത് പണ്ടേ ഉണ്ട്. അങ്ങനെ ഇങ്ങനത്തെ ഒരു ഐ മീൻ പണ്ട് WWE അങ്ങനെ ഇയാളുടെ പേഴ്സണാലിറ്റി ഭയങ്കര ഒരു ഇതാണ്. പണ്ടേ ഒരു എന്താ പറയാ, നമുക്ക് ഒരു ഇടി കൊടുക്കാൻ തോന്നുന്ന പേഴ്സണാലിറ്റി കൊടുത്ത ആളാണ്. പക്ഷെ പുള്ളി തന്നെ പ്രസിഡന്റ് ആവുമെന്ന് ഒരു കാലത്ത് വിചാരിക്കാത്ത. 2 പ്രാവശ്യം പ്രസിഡന്റ്. അത് ആദ്യത്തെ പ്രാവശ്യം പ്രസിഡന്റ് ആയപ്പോഴും പുള്ളി എന്താ ഇങ്ങനെ ഒരു ഇത്രയും ഒരു പ്രാന്തൻ പ്രസിഡന്റ് ആയല്ലോ എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് ഇപ്പോഴാണ് കടുത്തത്. ഇപ്പോഴാണ് തനിക്കോണം എല്ലാം പുറത്തു വന്നത് അല്ലേ? അല്ല അത് കൈൻഡ് ഓഫ് ഇപ്പം കുറച്ച് ആൾക്കാർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ പണ്ടെന്ന് പറഞ്ഞ ഇപ്പൊ അവർക്ക് ആ ഒരു പവർ ഉണ്ടായിരുന്നു. ഈ അമേരിക്ക ഈസ് വേൾഡ് ഡോമിനന്റ്, ഐ മീൻ ഒരു സൂപ്പർ പോലീസ് എന്നുള്ള ഒരു പവർ ഉണ്ടായിരുന്നു. സോ ദേ ഡോണ്ട് ഹാവ് ടു ഷോ, കാണിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇപ്പൊ ഈ ചൈന, റഷ്യ അവരെ രീതിക്ക് മുന്നോട്ട് പോകുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഡോമിനൻസ് കാണിക്കേണ്ട സ്ഥിതി വന്നത്. അതാണ് ഇപ്പൊ ഈ ഇന്ത്യക്കെതിരെയായാലും ഗ്രീൻലാൻഡ് വേണം, മറ്റേ പെനിൻസുലയിലൊക്കെ ചുമ്മാ വന്ന് എടുത്തോണ്ട് പോയി. പിന്നെ അങ്ങേര് അത് ഒരു കോളനി പോലെ ഭരിക്കുമെന്നാണ് പറയുന്നത്. വേറൊരു ഗവൺമെന്റ് ഉണ്ടാക്കുക അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല, ഒരു കോളനി പോലെ ഭരിക്കും എന്നുള്ള രീതിയിലാണ് അവര് അപ്രോച്ച് ചെയ്യുന്നത്. ഭയങ്കര അലാമിങ് സിറ്റുവേഷൻ ആണ്. അലാമിങ് സിറ്റുവേഷൻ ആണ്. എന്തെന്ന് ടാരിഫ് എന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവര് ടാരിഫ് കൂട്ടുക, ഈ നിരക്ക്, ടാക്സിന്റെ നിരക്ക് കൂട്ടുക. അതാണ് അവരുടെ ഒരു ഇത്. ഇന്ത്യയുടെ അടുത്ത് തന്നെ മറ്റേ റഷ്യൻ ഇത് വാങ്ങിക്കാൻ പാടില്ല, നമ്മള് തരുന്ന ഓയിൽ മാത്രം വാങ്ങിച്ചാൽ അങ്ങനത്തെ സെറ്റപ്പ് ആക്കി. വെനിൻസുല സാധനം പക്ഷെ ഫുള്ളായിട്ട് നടക്കുമെന്ന് തോന്നല്ല. കാര്യം വെനിൻസുലൻ ഓയിലിന് എന്തോ എക്സ്ട്രാ ഒരു പ്രോസസ് ഉണ്ട് ഇത് പ്യൂരിഫൈ ചെയ്തെടുക്കണമെങ്കിൽ. അപ്പൊ അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല എന്ന് ഞാൻ അവിടെ കേട്ടു. സത്യമാണെന്ന് അറിഞ്ഞൂടാ, തെറ്റാണെങ്കിൽ തിരുത്തുക. നമ്മളൊന്ന് വഴിതിരിച്ചു പോയി. നമ്മള് ട്രംപിലോട്ടും US-ന്റെ പവറിലോട്ടും പോയി. നമ്മൾ എഫ്സ്റ്റീനിലാണ് നിന്നത്. അല്ല ഇതിൽ തന്നെ ഈ പുറത്തുവിട്ട സാധനത്തിൽ തന്നെ നമുക്ക് കുറെ സ്ഥലത്ത് കാണാൻ പറ്റും അത് ബ്ലാക്ക് മാർക്ക് ചെയ്ത് ഹൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഐഡിയലി ഈ വിക്ടിംസിന്റെ ഐഡന്റിറ്റിയെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യണത്. പക്ഷേ ബട്ട് സ്റ്റിൽ അതിലും ഒരു സാധനം പറഞ്ഞിട്ടുണ്ട്, അത് യൂസ് ചെയ്തിട്ട് പല സീക്രട്സും അല്ലെങ്കിൽ പുറത്തു വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവുന്ന പലതും അത് വെച്ചിട്ട് ഇവർ ഹൈഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതും പറയുന്നത് അതൊരു തിയറിയാണ്, പറയാൻ പറ്റില്ല, ചിലപ്പോൾ അതായിരിക്കാം. അല്ല ഈ സാധനം തന്നെ എത്ര വർഷമായിടാ അതിനകത്ത് പൂഴ്ത്തി വെച്ചേക്കുന്നത്. കഴിഞ്ഞ ഗവൺമെന്റ് ഇത് ഫുള്ളായിട്ട് വിട്ടിട്ടില്ല. ബില്ല് തന്നെ പാസ്സാക്കേണ്ടി വന്നു. ഇനിയും വരാനുണ്ടല്ലോ, ഇനിയും കുറെ വരാനുണ്ട്. അപ്പം ഇത് ഫുള്ളായിട്ട് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കുറെ ആൾക്കാരെ ഇമ്പാക്ട് ചെയ്യും, കുറെ മുഖംമൂടികളൊക്കെ വീഴും. അല്ല ഇനി ഇവര് ആക്ഷൻസും എടുക്കണം. അതാണ് ഇവര് കൺഫേം ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരും മറ്റേ ഇതിന്റെ കോൺസിക്വൻസ് എടുക്കണം. ഇവരിത്രയും പവർഫുൾ ആണെങ്കിലും അവര് നിയമ ഇത് നേരിടേണ്ടി വരും. അതെ, അത് പ്രത്യേകിച്ച് മൈനർ ഇൻവോൾവ് ആയ ഒരു കേസ് ആകുമ്പോഴത്തേക്കും അത്രയും എത്ര പേര് നേരിടും എന്നുള്ളതാണ് അതിലൊരു പ്രശ്നമുണ്ട്. ഇപ്പം ഈ ഇത്രയും റിച്ച് ഇവരൊക്കെ ഉള്ളത് ഒരു എക്കോണമി ഇതാണല്ലോ. അതിന് എനിക്ക് അറിഞ്ഞൂടാ എത്ര പേര് എനിക്ക് അതല്ല ഡൗട്ട്. അതായത് ഇങ്ങനെയുള്ള ബില്യനേഴ്സിനൊക്കെ ചിലപ്പോൾ മൾട്ടിപ്പിൾ രാജ്യങ്ങളിൽ ഇത് കാണും, സിറ്റിസൺഷിപ്പോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം കാണും. അപ്പൊ ഇപ്പൊ US-ലൊരു കേസ് ഉണ്ടെങ്കിൽ US-ഉമായിട്ട് എഗ്രിമെന്റ് ഉള്ള രാജ്യമാണെങ്കിലല്ലേ വിട്ടുകൊടുക്കേണ്ട കാര്യം. അങ്ങനെയൊക്കെ സാധനങ്ങളുണ്ട്. ആക്ച്വലി ഇപ്പൊ US-ല് ഇപ്പൊ അവർക്ക് വേണം ആളിനെ കൺവിക്ട് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അവർ ചെയ്യിപ്പിച്ചു. അത് അവര് വേറെ നോക്കത്തൊന്നുമില്ല. പക്ഷെ അത്രയും സ്ട്രോങ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. എഫേർട്ട് ഇട്ടിട്ടില്ല. പിന്നെ ഈ ഇപ്പൊ മീഡിയാസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് അവർ കുറച്ചൊക്കെ വൈഡ് സ്പ്രെഡ് ആയത്. അത് എത്ര നാൾ ഇങ്ങനെ നിൽക്കും എന്നുള്ളതും അറിഞ്ഞു. ചിലപ്പോൾ ഇനി അണയാം, ചിലപ്പോൾ അത് വീണ്ടും ഇതാവാം, ബാക്കിയുള്ള അതൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം ഒരു ഈ അബ്ഡക്ഷൻ എന്നൊക്കെ പറയുന്ന സാധനം അത് മീൻ നമുക്കറിയാം
എന്നാൽ കണ്ടില്ല എന്ന് നടിക്കുന്ന പോലത്തെ ഒരു സംഭവമാണ് ഈ സ്ത്രീകളെ അബ്ഡക്ട് ചെയ്യുന്നതായാലും കുട്ടികളെ അബ്ഡക്ട് ചെയ്യുന്നതായാലും അറിയാം നടക്കുന്ന ഒരു സാധനമാണെന്ന് അറിയാം. പക്ഷെ അത് എത്ര പേര് അതിന് ഇപ്പൊ ഡൽഹിയിൽ തന്നെ ന്യൂസ് ഉണ്ട്, ഇത് ഒരുപാട് കിഡ്നാപ്പ്, 800 പേരെ കിഡ്നാപ്പ്, കുട്ടികളെ കിഡ്നാപ്പ് അല്ല, മിസ്സിംഗ് ആണ്. കിഡ്നാപ്പിംഗ് ആണെന്ന് അവര് പറയത്തില്ല, പറഞ്ഞിട്ടില്ല. മിസ്സിംഗ് എന്നേ പറയത്തുള്ളൂ. നമുക്ക് എന്താണ് അതെന്തോ എത്രയോ സ്ത്രീകള് 6 വർഷം എത്രയോ വർഷമായിട്ട് മിസ്സിംഗ് എന്ന് മാത്രമേ ഉള്ളൂ. മിസ്സിംഗ് എന്ന് മാത്രമാണ്. അത് കാര്യം കിഡ്നാപ്പിംഗ് ആണോ ഇതാണെന്നൊന്നും അവർക്ക് അന്വേഷിച്ചിട്ടുമില്ല. എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടാനുള്ള ചാൻസ് എന്ന് വെച്ചാൽ പോലീസിന്റെ കണക്ക് എന്തോ 48 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിലോട്ട് അവരെ തിരിച്ചു കിട്ടാനുള്ള ചാൻസസ് കുറവെന്ന് അങ്ങനെ ഒരു തിയറിയൊക്കെ ഉണ്ട് ഈ പോലീസിന്റെ ഒരു. ഇവിടെ ഇത്രയും വർഷമായിട്ട് ഇവരെ കാണാനില്ല, ഇവരെ എങ്ങോട്ട് പോയെന്ന് ഒരു പിടിയില്ല. അതിപ്പം കൂടി വരെയെന്ന് വാർത്തയിലുണ്ട്. അല്ല, ഇതിലും അക്യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്സ് ലേവറി എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നെന്നാണ് പറയണത്. അതിൽ ഒരു വിർജീനി അങ്ങനെ എന്തോ ഒരു ലേഡി ഉണ്ടായിരുന്നു. പുള്ളിക്കാരിയാണ് ഇത് ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ട് ഈ കേസ് കൊണ്ടുവന്നത്. ജൂലി പുള്ളിക്കാരിയാണെന്ന് തോന്നുന്നു. അതാണ് എനിക്ക് മറ്റേ ജേർണലിസ്റ്റ് എന്തോ പുള്ളിക്കാരിയാണ്. അത് ജേർണലിസ്റ്റ്. ഇത് വിർജീനി എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരി ഉണ്ടായിരുന്നു. എനിക്ക് അവിടുത്തെ സ്പായിൽ എന്തോ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പുള്ളിക്കാരിയാണെന്ന് തോന്നുന്നു. ലാസ്റ്റ് ഒരു സൂയിസൈഡ് ചെയ്തൊരു ഓസ്ട്രേലിയയിൽ വെച്ചിട്ട് സൂയിസൈഡ് ചെയ്ത് അവരുടെ ഒരു ഇതുണ്ട്, ആത്മകഥ പോലെ ഒരു സാധനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ഒരു ബുക്ക് വന്നിട്ടുണ്ട്. എപ്സ്റ്റീന്റെ സൂയിസൈഡ് പക്ഷേ സൂയിസൈഡ് ആണെന്ന് തോന്നുന്നില്ല. കാര്യം ഇത് CCTV ഒന്നും വർക്കിംഗ് ആയിരുന്നില്ല. പിന്നെ ഗാർഡ്സ് ഉറങ്ങിയെന്ന് പറയുന്നുണ്ട്. ഇത്രയും ഭയങ്കര വലിയ സൂയിസൈഡ് അത് സൂയിസൈഡ് ആയിരിക്കൂല. കാരണം അവിടെ ഒക്കെ അമേരിക്കയിലൊക്കെ ഒരു പ്രസിഡന്റിൽ സൂയിസൈഡ് ചെയ്യണമെങ്കിലേ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അല്ലേ? എനിക്ക് അമേരിക്കയുടെ കാര്യം അറിഞ്ഞൂടാ. അല്ല, പാൻസ് അല്ല, പുള്ളി ഷീറ്റ്, ബെഡ്ഷീറ്റ് എന്തോ കെട്ടിയിട്ടാണ്. പക്ഷെ അവിടെ അല്ല, ഇത്രയും വലിയ കേസാകുമ്പോഴത്തേക്കും അത്രയും സ്ട്രോങ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതാണ്. അപ്പൊ അവര് ഗാർഡ് ഉറങ്ങിപ്പോയി ഇത് വർക്കാവുന്നത് ഭയങ്കര മനസ്സിലാവും. ചിലപ്പോ കൊന്നതായിരിക്കാനാണ് മോസ്റ്റ്ലി ചാൻസസ്. അതായത് ജീവിച്ചിരിപ്പുണ്ടോ അങ്ങനെ സാധ്യതകൾ പറയാറുണ്ട്. ഉറപ്പില്ല. ഇതെല്ലാം ഒരു മിസ്റ്ററി. പുള്ളി ജീവിച്ചിരുന്നപ്പോഴും മിസ്റ്ററിയാണ്, മിസ്റ്ററിയാണ്. അല്ല, പൊതുവെ എന്നാലും പുള്ളി മരിച്ചാലും പുള്ളി അവരെ തെളിവ്, പുള്ളിയുടെ കയ്യിലുള്ള സാധനം നശിപ്പിക്കാനല്ലേ അവർ നോക്കുകയുള്ളൂ. പിന്നെ പുള്ളി മരിച്ചോ ഇല്ല എന്ന് പറയാമല്ലോ. പുള്ളിയെ നശിപ്പിച്ചുകൊണ്ട് മാത്രം അത് നമ്മളിപ്പോ എപ്പോഴും പേടി അതായിരിക്കുമല്ലോ, അതെവിടെ എന്നുള്ളതായിരിക്കുമല്ലോ. അതുകൊണ്ട് പുള്ളിയെക്കാട്ടിയും കൂടുതൽ ഈ ഒരു വിഷയത്തിൽ എനിക്ക് കൂടുതൽ അഡ്രസ് ചെയ്യണമെന്ന് തോന്നിയത് ഈ ചൈൽഡ് കേസസ്, അതേപോലെ ഈ അബ്ഡക്ഷൻ അങ്ങനത്തെ സാധനമാണ് കുറച്ചുകൂടെ കൂടുതൽ അഡ്രസ് ചെയ്യേണ്ടത്. അല്ല, മേബി എനിക്ക് വേൾഡിൽ പലയിടത്തും ഇപ്പം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുമായിരിക്കും. അവിടെ നമ്മുടെ നാട്ടിലെ ചിലപ്പോൾ നമുക്കറിയാൻ പറയാൻ പറ്റത്തില്ല. ഇന്ത്യയിൽ എത്ര നടക്കാൻ ചാൻസ് ഉണ്ട്? ഇത്രയോ ആൾക്കാരുണ്ട്. നോർത്തിലൊക്കെ ആണെങ്കിൽ നമ്മളെ മുംബൈ പോയപ്പോ തന്നെ ജുഹു ബീച്ചിലാണ്ട് നമ്മൾ പോയില്ല, അപ്പൊ തന്നെ ഇത്രയോ ആൾക്കാർ. അത് നമ്മൾ തന്നെ പറഞ്ഞു, ഇതിൽ ഒരാളെങ്ങാനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയ, പിള്ളേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയ അറിയാൻ പോലും പറ്റില്ല എവിടെയാണെന്നുള്ളത്. അല്ല, ഇന്ന് ഞാൻ ന്യൂസിൽ പത്രത്തിലൊരു വാർത്ത ഉണ്ട്, അഹമ്മദാബാദിലൂടെയാണെന്ന് തോന്നുന്നു, കുട്ടികളെ വിൽക്കുന്ന ഒരു സംഘം നോർത്ത് ഇന്ത്യയിലൂടെയാണ്. അതായത് അവരെ പിടിച്ച്, അപ്പോൾ അവർ സമ്മതിച്ച് ഇതായിട്ട് കുട്ടികളെ വിൽക്കാറുണ്ടെന്നുള്ളത്. ഈ ഭയങ്കര ദരിദ്രരായിട്ടുള്ള ആൾക്കാരുടെ നിന്ന് കുട്ടികളെ വാങ്ങി വേറെ കടത്തുന്നു. 3.5 ലക്ഷം രൂപയ്ക്ക് എന്തോ ഒരു കൊച്ചിനെ വാങ്ങി കടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് പിടിച്ചത്. അപ്പൊ ഇതൊക്കെ എന്തിനാണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. പിന്നെ ഇതൊരു പിടിക്കുമ്പോഴാണ് ഇതിന്റെ ഇത്രയും ആഴത്തിലുള്ള സാധനം അറിയും. അതിന് എഗെയിൻസ്റ്റ് സത്യം പറഞ്ഞ ഗവൺമെന്റ് പോലീസിങ് ഒക്കെ കുറച്ച് സ്ട്രിക്റ്റർ ആക്കേണ്ടതാണ്. ഞാൻ വേറൊരു സാധനം, സിംസൺ ഇല്ലേ, സിംസണിന്റെ ക്രിയേറ്ററും ഇതില് പേര് കേട്ടിട്ടുണ്ടെന്ന്, റിലേറ്റഡ് ആണെന്ന് കേട്ടിട്ടുണ്ട്. സിംസൺ ഇതുപോലത്തെ കുറെ സാധനങ്ങൾ ഈ ഐലൻഡുമായിട്ട് റെഫറൻസ് കുറെ. സിംസണിന്റെ സാധനങ്ങളില്ലേ, അതായത് ഈ ഐലൻഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം കുറെ 4 റെഫറൻസ് ഉണ്ട്. അത് ഞാൻ ഒരിടത്ത് കണ്ടു. സ്റ്റീഫൻ ഹോക്കിങ്സ് പോണയൊക്കെ ഉണ്ട്. സ്റ്റീഫൻ ഹോക്കിങ്സ് മറ്റേ ഇങ്ങനെ ഒരു ഹെലികോപ്റ്ററിൽ കയറി പോയിട്ട് പോണ വഴിക്ക് ഒരു കൊച്ചിനെ ഇങ്ങനെ എടുത്തോണ്ട് പോണയൊക്കെ ഉണ്ട്. അപ്പൊ അത് പുള്ളിയുടെ പേരുണ്ട്. അതാ പറഞ്ഞ പുള്ളി ഇൻഡയറക്ട്ലി ഈ സാധനം കൊടുക്കുന്നതാണ്, പ്രഡിക്ഷൻ അല്ല എന്നാണ്. എനിക്ക് സ്റ്റീഫൻ ഹോക്കിങ്സ് ഞെട്ടിച്ചതാണ്. അതാണ് എനിക്കും ഞെട്ടിച്ചത്. സ്റ്റീഫൻ ഹോക്കിങ്സ് എന്തോ പീഡിപ്പിച്ചെന്നുള്ളൊരു സാധനം വന്നിട്ടുണ്ട്, എനിക്കും അറിഞ്ഞൂടാ. പുള്ളി പക്ഷെ ആക്ച്വലി ഒരു
പുള്ളി 2 മാരേജ് കഴിച്ചു. ഫസ്റ്റ് മാരേജ് ഉണ്ട്, കുട്ടികളും ഉണ്ടല്ലോ. അല്ല ഫസ്റ്റ് മാരേജ് എന്തോ നഴ്സുമായിട്ടാണ്. ഫസ്റ്റ് മാരേജ് ഗേൾ ഫ്രണ്ട്. അതല്ലടാ, ഫസ്റ്റ് മാരേജിന് ഡിവോഴ്സ് ആവണത് നഴ്സുമായിട്ടുള്ള അഫെയർ ഉണ്ടാവുന്നത്. ആ നഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഫ്രണ്ടിന്റെ വൈഫ് എന്തോ ആണ്. തിയറി ഓഫ് എവരിത്തിങ് സിനിമയിലുണ്ട്. അത് അങ്ങേരെ സിനിമ തന്നെ അല്ലല്ല, ഇതിലുണ്ട് ഇങ്ങനെ ഇച്ചിരി പ്ലേ ബോയ് പോലത്തെ ആള് തന്നെ. പിന്നെ ഞാൻ കണ്ടത് ബിൽഗേറ്റ്സിന്റെ ഒരു പേര് റെഫറൻസ് ഉണ്ട്, പക്ഷെ പുള്ളി അത് പറയും അങ്ങനെ ഒരു സാധനം അല്ല എന്നുള്ളത്. ബിൽഗേറ്റ്സ്, പക്ഷെ ബിൽഗേറ്റ്സിന്റെ റെഫറൻസ് ഇത്തിരി കടുപ്പാണെന്നാണ്. ഫോട്ടോസും ഉണ്ട് ബിൽഗേറ്റ്സ് പാർട്ടിയിലൊക്കെ നിൽക്കുന്ന ഫോട്ടോസ് ഉണ്ട്. അതുകൊണ്ട് മറ്റേ ബിൽ ക്ലിന്റൺ ആണെങ്കിൽ സെയിം അങ്ങേരി സെയിം ഡ്രസ്സൊക്കെ ഇട്ട സിമിലർ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള പാർട്ടി ഫോട്ടോസ്. അനിൽ അംബാനിയിലുണ്ടോ എന്നിങ്ങനെ അനിൽ അംബാനിയുടെ പേരും പറയുന്നു. പക്ഷെ അത് ഇങ്ങനെയല്ല, റെഫറൻസ് ആണ്. അത് പറയുന്നത് വെച്ചാൽ പുള്ളി, എനിക്ക് തോന്നുന്നത് പുള്ളി ട്രംപുമായിട്ടൊരു കോണ്ടാക്ട് കിട്ടാൻ വകുപ്പ് അങ്ങനെ ഒരു രീതിയിലാണ് ആ ഒരു സർക്കിളിൽ വരാൻ വകുപ്പുണ്ടോ എന്ന് എന്തോ പുള്ളിയോട് ചോദിച്ചാൽ അങ്ങനെ എന്തോ ആണ്. അങ്ങനെ ഒരു കണക്ഷൻ കിട്ടാനായിട്ട് അതിന് വേണ്ടി ചോദിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ സാധ്യത ഉണ്ട്, കാര്യം ഇയാൾക്ക് കുറെ കണക്ഷൻസ് ഉള്ളതുകൊണ്ട് കണക്ഷന് വേണ്ടി ചെയ്യാൻ പറ്റും. UAE ഏതോ ഭരണാധികാരിയുടെ ഒരു പേര് കേൾക്കുന്നുണ്ട്. അങ്ങനെ കുറെ സാധനങ്ങൾ നമ്മൾ വിചാരിക്കാത്ത കുറെ മൊത്തത്തിൽ എല്ലാവരെയും അങ്ങനെ പറയാൻ പറ്റൂല, കാരണം ഇങ്ങനെ കോണ്ടാക്ട്സിന് വേണ്ടിയും അങ്ങനെ ആവാം. പിന്നെ എനിക്ക് തോന്നുന്നു ഈ അബ്ഡക്ഷൻ കൂടുതലും നടക്കുന്ന ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസോ അല്ലെങ്കിൽ ഈ ഏഷ്യൻ ജനങ്ങൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ മാത്രമേ, തേർഡ് വേൾഡ് കൺട്രീസിൽ മാത്രമാണ് കൂടുതൽ നടക്കുന്നത്. മറ്റേ അവരുടെയൊക്കെ കുറച്ചുകൂടെയൊക്കെ അവര് സ്ട്രിക്റ്റ് ആണ്, അവരുടെ അറിയാം. കുറച്ച് പോപ്പുലേഷനും ഇതൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ അക്കൗണ്ടഡ് ആണ് ബാക്കിയുള്ളത്. പിന്നെ എഫിഷ്യന്റ് ആയിട്ട് ഇതും ചെയ്യും, ഇൻവെസ്റ്റിഗേഷൻ നടക്കും. ഇവിടെയൊക്കെ ആണെങ്കിൽ പലപ്പോഴും ഒരു കേസൊക്കെ വന്നു കഴിഞ്ഞാൽ അവര് കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് ഒരു ഇൻഫ്ലുവൻസും പവറൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ, ഫോളോ അപ്പ് ചെയ്യാനൊന്നും ആളില്ലെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തേഞ്ഞു വാങ്ങി പോകും. ഇങ്ങനെയുള്ള രാജ്യം നോർത്തിൽ കുറച്ചുകൂടെ തേച്ച് വെച്ച് കളയുന്നുണ്ട്. ഫയൽ ചെയ്യാറില്ല. കൂടുതൽ കേസസ് വരുന്ന ചിലപ്പോ കേരളത്തിന്റെ പേരായിരിക്കും വരുന്നത്. പക്ഷെ കാര്യം അത് ഇവിടെ നമ്മൾ ഫയൽ ചെയ്യുന്നുള്ളതാണ്. അല്ല, അവിടെ തന്നെ പോലീസ് പലപ്പോഴും ഈ പെൺകുട്ടികളെ കാണാതാകുമ്പോൾ പറഞ്ഞാൽ ഒളിച്ചോടി പോയതായിരിക്കും നിങ്ങൾ നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പലതും കേട്ടിട്ടുണ്ട്. അവര് കേസൊന്നും കൊടുക്കാത്തൊരു സാധനമുണ്ട്. ഇപ്പൊ നമ്മളെ ഇതിൽ കണ്ടിട്ടുള്ള തിര സിനിമയില്ലേ, തിര സിനിമ അങ്ങനെ അതൊക്കെയാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ അതിലൊക്കെ നമ്മൾ സിനിമ ആയിട്ടല്ലേ കാണുന്നത്. പക്ഷെ അതൊക്കെ റിയാലിറ്റി ഭയങ്കര, അതും റിയാലിറ്റി ആയിട്ട് നല്ല ബന്ധമുള്ള സിനിമകളായിട്ട് തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത് നമ്മള് അത്ര എന്ന് വെച്ചാൽ പരിചിതമല്ലാത്തൊരു സാധനം നമ്മൾ കാണുന്ന ഒരു ഇത്, പക്ഷെ ഇങ്ങനത്തെ സാധനം ഉണ്ടാവുന്നുണ്ട്. അതിന്റെ ഒരു ഗ്രാവിറ്റി ഉണ്ടല്ലോ. പക്ഷെ തിര സിനിമയുടെ ആ ഒരു കോണ്ടെക്സ്റ്റ് പല പഴയ മലയാള സിനിമകളിലും ഉണ്ട്. അല്ല, ഉണ്ട്. നമ്മുടെ കന്മദം സിനിമയിലാണ് ലാല് കുറെ പടങ്ങൾ കാണിച്ചിട്ടുണ്ട്. പണ്ട് ഇതുണ്ടായിരുന്നു. മഹാനദി സിനിമയിലുണ്ട്, പിന്നെ ടേക്കണിലുണ്ട്. അല്ല, നോർത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ആക്ച്വലി. പലയിടത്തു നിന്നും ഈ പെൺകുട്ടികളെയൊക്കെ പ്രണയമൊക്കെ നടിച്ച് കൊണ്ടുപോയിട്ട് അവിടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പുറത്തോട്ട് അവര് കാണിക്കൂല, അവിടെ ആയിപ്പോവും. അല്ല, ഈ മൂവീസ് അല്ലാണ്ട് ചിലപ്പോ ഡയറക്ടേഴ്സിനെ പറ്റി സ്റ്റഡി ചെയ്തിട്ടായിരിക്കാം, മേ ബി അതായിരിക്കാം. പിന്നെ ഈ ഒട്ടുമിക്ക ഈ മറ്റേ ഇല്ലീഗൽ മാഫിയ ഓർഗനൈസേഷൻ അവരുടെയൊക്കെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഇതാണ്, ഈ മനുഷ്യക്കടത്ത് എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ. ഇത്രയും പേരെ കാണാനില്ല, ഡൽഹിയിൽ കാണാനില്ല എന്ന് പറഞ്ഞാല് അത് ഓർഗൻ ട്രാഫിക്കിംഗ് ആവാനും ചാൻസ് ആവാം. ചിലതില് മറ്റേ പുള്ളിയുടെ ഫയലിലും മറ്റേ ഇതുണ്ടെന്നൊക്കെ പറയാം. സത്യമാണോന്നൊന്നും അറിഞ്ഞൂടാ, മറ്റേ ഹോർമോൺ അത്. പക്ഷെ പുള്ളി എന്തോ ലാബിന്റെ പരിപാടികളൊക്കെ എന്തോ ഉണ്ടായിരുന്നു, എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്തുന്നുണ്ടെന്ന് പറയുന്നു. കാരണം ഈ ക്ലിനിക്കിന്റെ ഒക്കെ കുറച്ച് ഫോട്ടോസ് ഉണ്ട്. അത് ഇനി AI ജനറേറ്റഡ് ആണോ ഒറിജിനൽ ആണോ എന്ന് ഇപ്പൊ തിരിച്ചറിയാൻ പറ്റില്ല. അങ്ങനെ കുറെ ഇതൊക്കെ വരുന്നുണ്ട്, അത് പറയാൻ പറ്റത്തില്ല. എന്തിന്റെ ട്രയൽസ്, എന്ത് ആന്റി ഏജിങ് ഹോർമോണോ ഡ്രഗ് ഒക്കെ അങ്ങനെ. പിന്നെ ഈ നമുക്ക് ഹ്യൂമൻ എക്സ്പെരിമെന്റ് അങ്ങനെ ചെയ്യാൻ പറ്റൂലല്ലോ, പറ്റില്ല. ഇതില്ലാതെ അപ്രൂവൽ ഇല്ലാതെ പിന്നെ കുറെ ടെസ്റ്റ് ഒക്കെ നടത്തി ഫൈനലിലേക്ക് കിട്ടുള്ളൂ. ഇപ്പം ഹ്യൂമൻ എക്സ്പെരിമെന്റ് നടത്തുന്നതിന് വേറെ ഇതൊന്നും വേണ്ടല്ലോ. കിഡ്സ് പിള്ളേര് മിസ്സിങ് പിള്ളേര് അങ്ങനെയാണ്, നമുക്ക് പറയാൻ പറ്റില്ല. സാധ്യതകളുണ്ട്. എല്ലാം തിയറിയാണ്, കോൺസ്പിറസി തിയറീസ് ആണല്ലോ. കുറെ കോൺസ്പിറസി തിയറീസും കൂടെ ഇതിന്റെ കൂടെ വരണുണ്ട്. അതുകൊണ്ട് നമുക്ക് തന്നെ എന്താണ് ഇത്
എന്താണ് സാധനം എന്നുള്ളത് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല. ഉറപ്പിച്ച് പറയാനും പറ്റില്ല. നമുക്ക് കംപ്ലീറ്റ്ലി സോഷ്യൽ മീഡിയ നമുക്കും അതുവഴിയല്ലേ എല്ലാം നോളജ് അതാണ് ഇങ്ങനത്തെ വരുന്നത്. കേസസിന്റെ ഒരു കുഴപ്പം കൂടിയാണ്. കുറെ ഇതും കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തെ അവസാനം നമുക്ക് തന്നെ ഒരു ഇതങ്ങ് പോവും. നമുക്ക് ആ ട്രസ്റ്റ് അങ്ങ് പോവും. അങ്ങനത്തെ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഡൽഹിയിൽ തന്നെ ആദ്യം ഇത് വരുന്ന വെച്ചാൽ ഫീൽഡിൽ വരുന്ന വെച്ചാൽ 2000 എന്ന് പറഞ്ഞാണ് വന്നത്. പിന്നെ 800 ഓരോ കൗണ്ടൊക്കെയാണ് പറയുന്നത്. അപ്പൊ നമുക്ക് തന്നെ അത് ഒറിജിനൽ ന്യൂസ് ഇത് പറയുന്നുണ്ട് ഈ വർഷം കഴിഞ്ഞ വർഷത്തേക്കാൾ കുറവാണ് ഈ വർഷം, അങ്ങനത്തെ കണക്ക് അങ്ങനെ പറയുന്നുണ്ട്. ഇതൊരു കുറവാണ് എന്നുള്ള രീതിയിലൊക്കെയാണ്. എന്നുവെച്ചാൽ ഇതൊരു കുറവാണ് എന്നുള്ള രീതിയാണ്. അല്ല, ഇതില് സത്യം പുള്ളിക്ക് മാത്രമേ അറിയാവൂ. പുള്ളി മരിക്കുകയും ചെയ്തു. പിന്നെ ഉള്ളത് പുള്ളിയുടെ പാർട്ട്ണറാണ്. അവരിപ്പം ജയിലിലാണെന്ന് തോന്നുന്നു. 22 years എന്തോ പ്രിസൺ ആണ്, 2020 തൊട്ടെന്തോ. അവരിപ്പം കറന്റ് ജയിലിലാണ്. പുള്ളിക്കാരിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ എന്തായാലും അറിയായിരിക്കും. പിന്നെ ഇതിൽ കുറെ കാര്യങ്ങളൊക്കെ ഔട്ട് ഓഫ് ദ കോർട്ടൊക്കെ അവർ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആൻഡ്രൂ രാജകുമാരന്റെ കേസൊക്കെ അങ്ങനെ എന്തോ സെറ്റിൽ ചെയ്ത സാധനമാണ്. പിന്നെ ട്രംപിൻ്റെത് അങ്ങേര് മുക്കി കാണും. അതൊന്നും പുറത്തു വരുമെന്ന് തോന്നുന്നില്ല. കോൺഫിഡൻസ് ആണ് ഞാൻ ആലോചിച്ചത്. അല്ലെ, പുള്ളി വേറെ എന്തെങ്കിലും ആയിരിക്കും ചിലപ്പം. ഇതുമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെട്ടായിരിക്കില്ല, വേറെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇവരുടെ കയ്യിൽ കാണുമായിരിക്കും. കോൺഫിഡൻസ് ഇതിനെക്കാട്ടി വേറെ എന്തെങ്കിലും സാധനങ്ങൾ പുള്ളി എനിക്ക് അന്നപ്പോ പേടിക്കാനില്ലായിരുന്നു പുള്ളിക്ക്. അത് എന്താണ് അത് ക്ലിന്റൺ ആണ് ഭയങ്കരമായിട്ട് സാധനം വന്നിട്ടുള്ളത്. ക്ലിന്റനെ കുറിച്ചാണ് ഭയങ്കര കേട്ടിട്ടുള്ളത്. പുള്ളി മൾട്ടിപ്പിൾ ടൈംസ് എന്തോ ഫ്ലൈ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഒരുമിച്ച്. അങ്ങനെയൊക്കെ ക്ലിന്റന് പണ്ടും കേസ് ഉണ്ടായിരുന്നു. കംപ്ലീറ്റ്ലി അറിഞ്ഞൂടാ എല്ലാ തിയറീസ്. അപ്പോൾ ഗൈസ്, ഇതാണ് നമുക്ക് എപ്സ്റ്റീൻ ഫയൽസിനെ കുറിച്ച് പറയാനുള്ളത്. ഇത് ആക്ച്വലി നമ്മളും നിങ്ങളെപ്പോലെ കൺഫ്യൂസ്ഡും നമുക്കും അത്ര എന്താ ക്ലിയർ പിക്ചർ ഇല്ല ഇതിനെപ്പറ്റി എന്താണെന്ന്. ഫുൾ ഓഫ് കോൺസ്പിറസി തിയറീസ് ആണ് ഗൈസ്. അതെ, പക്ഷെ ഇതൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് എങ്ങനെയാണ് ഈ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ ജുഡീഷ്യറിയിൽ നിന്ന് രക്ഷപ്പെടുന്നതും ബാക്കി ഈക്വൽ ആണ് എല്ലാവരും എന്ന് പറയണമെങ്കിലും അത് എത്രത്തോളം വ്യത്യാസമാണ്, എത്രത്തോളം അന്തരം ഉണ്ടെന്നുള്ള സാധനങ്ങൾ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ്. എങ്ങനെ അത് അവരുടെ ഒരു അവരുടെ സർക്കിൾ ഓഫ് എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് സാധാരണ മനുഷ്യന്മാര് വിചാരിക്കുന്ന പോലത്തെ കാര്യങ്ങളല്ല. അപ്പൊ അതില് നമ്മള് ഇങ്ങനെ കുറെ എന്താ നമ്മൾ വിശ്വസനീയമല്ലാത്ത കുറെ കാര്യങ്ങൾ നമുക്ക് കുറച്ച് ഈ എന്താ പറയാ ഭയങ്കര ആരാധനയുള്ള ആൾക്കാർ ഇതിലുണ്ട് എന്ന് അറിയുമ്പോൾ എന്താ പറയാ നമ്മള് വിഗ്രഹങ്ങളോടെന്ന് പറയൂലേ, കൂടുതൽ അടുത്തെറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ ലോകത്തെ നിയന്ത്രിക്കുന്ന ആൾക്കാരാണ് ഇതില് അവരെ ഒരു ഇതുണ്ടല്ലോ എന്നുവെച്ചാൽ അവർക്കൊന്നും വരാനില്ല. ലോകത്തെ മൊത്തത്തിൽ നിയന്ത്രിക്കുന്ന ആൾക്കാരുടെ ഒരു അതിന്റെ ഒരു ലിങ്ക് ആണ് എപ്സ്റ്റീൻ എന്ന് പറയുന്ന ആൾ. മൊത്തത്തിൽ പുള്ളിക്ക് ആ നെറ്റ്വർക്കും കാര്യങ്ങളും ഇപ്പോഴും കാണും. ഇതിപ്പം നമ്മള് മറ്റേ ഇത് ഇലുമിനാറ്റി എന്നൊക്കെ പറയുമ്പോഴത്തെ ഒരു എനിക്ക് തോന്നുന്നു ഒരു ഒരു പടമുണ്ട്, ഐസ് വൈറ്റ് ഷർട്ട് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാൻലി കുബ്രിക്കിന്റെ ഒരു പടമുണ്ട്. അതിൽ ഏതാണ്ട് ഈ സാധനം കാണിക്കുന്നത്. ഇവരുടെ ഇങ്ങനെ ടോം ക്രൂസ് ആണ് നടൻ. ടോം ക്രൂസ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എത്തിപ്പെടുമ്പം ചുറ്റും കാണുന്ന ഒരു ഇതൊക്കെ ഉണ്ട്. അത് ടെറിഫൈങ് ആണ്. അപ്പൊ അതൊക്കെ റിയാലിറ്റി ആണെന്ന് അറിയുമ്പോൾ നമുക്കും ഭയങ്കര ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പാടാ. നമ്മള് ജീവിക്കുന്ന ലോകത്ത് തന്നെയാണല്ലോ അവര് ജീവിക്കുന്നത്. അല്ല, അവരൊരു പ്രത്യേക ലോകമാണ് ആക്ച്വലി. നമ്മളുടെ ലോകമാണെങ്കിലും അവര് വേറൊരു ലോകം ഉണ്ടാക്കിയിട്ടുണ്ട്. അവര് നമ്മളെങ്ങനെയാണ് കാണുന്നതെന്ന് ഇങ്ങനെയുള്ള ആൾക്കാർ ഇത്രയും ഇപ്പൊ മൈനറിനെ മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ആൾക്കാർ ഗ്രൂം ചെയ്തിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. മൈനേഴ്സിനെ ഗ്രൂം ചെയ്തിട്ട് ഇത്രയും എമ്പതിയും കമ്പാഷനും ഇല്ലാത്ത ആൾക്കാരാണ് ലോകം ഭരിക്കുന്നതെന്ന് നമ്മൾ ആരാധിക്കുന്ന അവരുടെ സർക്കിളുള്ളവർ മാത്രമായിരിക്കും ചിലപ്പോൾ അവർക്ക് ഹ്യൂമൻസ് ആയിട്ട് തോന്നുന്നത്. അവർക്ക് അവരുടെ ലെവലിൽ പോലെ ആയിരിക്കും നമ്മളെയൊക്കെ കാണുന്നത്. നമ്മുടെ ലൈഫിന് ഒരു വിലയൊന്നും അവർ നമ്മള് കൊതുവിനെയൊക്കെ മറ്റേ ബാറ്റിട്ട് അടിക്കൂലേ, അത് അത്രയും വില മാത്രമേ ചിലപ്പോ കാണുള്ളൂ. നമ്മളെ ആയിരിക്കും കൈൻഡ് ഓഫ് അങ്ങനെയാണ് ഇതൊക്കെ കേൾക്കുമ്പോ തോന്നുന്നത്. കാര്യം ഇവർക്ക് പിള്ളേരെന്താണെന്നുള്ള ഇവരുടെ പിള്ളേർ മാത്രമാണെങ്കിലായിരിക്കും ചിലപ്പോൾ അവർക്ക് ഫീലിങ്സ് ഉണ്ടാവും. അപ്പൊ എന്തായാലും നമുക്ക് ഷോക്കിംഗ് ആയിരുന്നു ഈ പേരുകൾ അറിഞ്ഞതും ഇങ്ങനത്തെ പാർട്ടീസ് അറിഞ്ഞതും ഇങ്ങനൊരു സംഭവം നടക്കുന്നുള്ളതും നമുക്ക് എന്തായാലും അത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. അപ്പോൾ ഗൈസ്, നമുക്ക് എപ്സ്റ്റീൻ ഫയൽസിന്റെ ഇത് കേട്ടതിന് ശേഷം തോന്നിയ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിൽ ഒരുപാട് ഈ എക്സ്പ്ലനേഷൻ പറയുന്ന ഒരുപാട് ഇതുണ്ട്. നിങ്ങൾക്ക് എപ്സ്റ്റീൻ ഫയൽസിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഇതൊക്കെ ഒന്ന് റെഫർ ചെയ്യണമായിരിക്കും നല്ലത്. അതിന്റെ ഡോക്യുമെന്ററീസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ.
കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാം, കുറച്ച് ഉള്ളിലോട്ട് അറിയണതാണ് പറ്റും. ഇനി നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്തിട്ടുണ്ടെങ്കിലോ നിങ്ങൾക്ക് കൂടുതൽ ഇൻപുട്ട് ഉണ്ടെങ്കിലോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിൽ അറിയിക്കുക. സോ നിങ്ങൾ ഇതില് വന്നിട്ടുള്ള പേരുകൾ കമന്റ് ഇട്ടാൽ കൊള്ളായിരിക്കും അല്ലേ? അതെ, പേരുകൾ ആൾക്കാർക്ക് മനസ്സിലാവുകയും ചെയ്യില്ല. നിങ്ങൾക്ക് ഷോക്കിംഗ് ആയിട്ട് തോന്നിയ ആൾക്കാർ ആരാണ്, അങ്ങനെ ഒരു ആൾക്കാരുടെ പേരൊക്കെ ഒന്ന് കമന്റ് ചെയ്താൽ കമന്റിൽ രേഖപ്പെടുത്തുക. പിന്നെ നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും ഫ്ലോസ് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് പറയുക. സോ ദാറ്റ് ബാക്കിയുള്ളവർക്കും കൂടി അതൊന്ന് കറക്റ്റ് ചെയ്യുക. അപ്പോൾ ആ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ എപ്പിസോഡോടെ എൻഡ് ചെയ്യുകയാണ്. ഇനിയും വേറൊരു എപ്പിസോഡായിട്ട് അടുത്തോണ്ട് വരും വരേക്കും ബൈ.